3.9 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിൽ വരുന്ന വീട്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്, കിഴക്കമ്പലം പഞ്ചായത്ത്. ചാർട്ടർ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ്. സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ താഴെയാണ് ദൂരം. കിഴക്കമ്പലം ടൗണിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ആയിരിക്കും ഏകദേശം അകലം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ അകലമുണ്ട്. ആലുവയിലേക്കും ഏകദേശം 10 കിലോമീറ്റർ തന്നെയാണ്. മനോഹരമായിട്ടുള്ള എലവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് വീട്. നമുക്ക് ആ വീട് നോക്കാം. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു കോണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ അറിയാം, ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഇവിടെയും ബോക്സ് ടൈപ്പാണ് വരുന്നത്. അതിന് രണ്ടിനുള്ളിലായിട്ട് ജനലുകൾ വരുന്നുണ്ട്. ഈ കോർണർ ഭാഗത്തായിട്ട് നമുക്ക് വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡ് റെയിലുകളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. താഴെ കാർ പോർച്ചാണ് വരുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡാണ്. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വരുന്നത്. വലിയ ടാർ റോഡ്, ഏകദേശം ഒരു 6 മീറ്ററെങ്കിലും വിടുത്തുള്ള നല്ലൊരു റോഡ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, 4-വേ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഗേറ്റ് മതിലിന് പുറത്തുകൂടിയാണ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിന് ഇവിടെയായിട്ട് നമുക്കൊരു ഫോൾഡിങ് ഗേറ്റും ചെറിയൊരു ഗേറ്റാണ് അതിവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതുപോലുള്ള പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം. വീണ്ടും വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് കാർ പോർച്ച്. 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ കാറ് തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് ഇവിടെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ളതാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയെല്ലാമായിട്ട് ചെറിയ ചെടികളും വച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. ഈ ഭാഗത്ത് കിഴക്ക് സൈഡാണ്, അവിടെയാണ് കിണർ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിലേക്ക് നമുക്ക് ഒരു എൻട്രൻസിൽ ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ റോഡ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ വീടിൻ്റെ പുറകു വശമാണ്. പുറകു വശത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 1 മീറ്റർ സ്പേസ് വീടിൻ്റെ പുറകിലും നൽകിയിട്ടുണ്ട്. ഇച്ചിരി പൊക്കി വീടിൻ്റെ ഈ ഭാഗത്തുള്ള സ്പേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ 2 വശത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഒരു പില്ലർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. 4x2 വെട്രിഫൈഡ് ടൈലാണ് ഇവിടെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഡോർ വരുന്നത്. ഇവിടെ സ്റ്റീലിൻ്റെ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഒറ്റപ്പാളിയിലാണ് ഡോറ് തയ്യാറാക്കിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാനായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ലൂവർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ TV വരുന്ന സ്പേസാണ്. താഴെ സ്റ്റോറേജ് സ്പേസുകളാണ്. ഇവിടെ ചാർക്കോൾ പാനലിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്റ്റീലും ഇത് ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജനൽ വരുന്നത് മോഡേൺ ഡിസൈനിൽ വരുന്ന ജനലാണ്. ഇതിൻ്റെ അഴികളെല്ലാം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസാണ്. ഡൈനിങ് സ്പേസും നല്ല വലിപ്പമുള്ളതാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എലവേഷനിൽ വരുന്ന ജനലാണ്. ഇത് സൈഡിൽ വരുന്ന ജനലുമാണ്. ഇവിടെയും ഏകദേശം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാനും നൽകിയിട്ടുണ്ട്. ഇത് കിച്ചണാണ്. കിച്ചൺ ഒരു സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ക്യൂരിയോ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആർക്കി ഡ്രൈവ് കടന്ന് വീടിൻ്റെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. ഇവിടെ L ഷേപ്പിലുള്ള കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നു. ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് ഇതിൻ്റെ കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിങ്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ താഴത്തെ നിലയിൽ ഈ വീടിന് ഒരു ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ബെഡ്റൂമുകളാണ് ടോട്ടൽ വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വാഷ് കൗണ്ടർ.
ആ ഏരിയ വരുന്നത് ഇവിടെയാണ്. നല്ലൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറയുടേതാണ് ഈ ടാപ്പും ഈ വാഷ് ബേസിനും. കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. താഴെ വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടറിൻ്റെ സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ലോവർ ഡിസൈൻ പാറ്റേൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ബെഡ്റൂമിൻ്റെ ഡോറ് വുഡൻ ഡോറ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 12 വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ ഒരു ഡോറ് കാണാം. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഓരോ പാളികളുടെ വിൻഡോ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കാർ പോർച്ചിൻ്റെ പുറകിൽ കണ്ട 2 പാളികളുടെ വിൻഡോയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡിലാണ് വാർഡ്രോബ് വരുന്നത്. ഒരു ഡ്രസ്സിങ് സ്പേസ് നമുക്കിവിടെ കാണാനാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വർക്ക് തന്നെയാണ് അവിടെ വരുന്നത്. ബാത്റൂമിൻ്റെ ഡോർ ഫിക്സ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ഫിക്സ് ചെയ്ത് നൽകുന്നതാണ്. ബാത്റൂം ഇവിടെ നേരെ വാഷ് ബേസിൻ, സെൻട്രൽ ഭാഗത്തിൻ്റെ തലയുടെ മുകളിലായിട്ട് ഷവർ കാണും. ഈ ഭാഗത്ത് സെറയുടെ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. പോകുമ്പോൾ സ്റ്റെപ്പുകളിൽ വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിൽ തന്നെയാണ് ഹാൻഡ് റെയിൽ വരുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബുകൾ, വെർട്ടിക്കൽ സ്ക്വയർ ട്യൂബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലൂടെ പ്രൊഫൈൽ ലൈറ്റിംഗ് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഒരു വുഡൻ സ്ട്രിപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതും ഈ സ്റ്റെപ്പിൻ്റെ ഭംഗി ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ ഒരു പർഗോള വർക്കാണ്. അവിടെ ഗ്ലാസ് വരാനുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരത്തെ വരുന്നത് കട്ട് ചെയ്തോ. സ്റ്റെപ്പ് കയറി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. നീളത്തിലുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിൽ അവൈലബിൾ ആണ്. ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതാണ് ബെഡ്റൂം. ഇവിടെ ഫ്രണ്ടിൽ കണ്ട ബോക്സിൻ്റെ ഉള്ളിൽ കണ്ട ജനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ് 3 പാളിയുള്ള വാർഡ്രോബാണ് ഇവിടെ വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. പിന്നെ ഇവിടെ ഈ ബെഡ്റൂമിനൊരു ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിരിക്കുന്നു. ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നു. ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു ബാത്റൂമാണിത്. ഇവിടെ ചെറിയുടെ വാഷ് ബേസിൻ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഗ്ലോസി ഫിനിഷിലാണ് വാൾ ടൈലുകൾ വരുന്നത്. ഇവിടെ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 3ാമത്തെ ബെഡ്റൂമുണ്ട്. പിന്നെ ഒരു സ്റ്റഡി റൂമും കൂടിയാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ്. ഇത് വലിയ ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുകൾ വലിയ സ്പേഷ്യസ് ആണ്. ഒരു ബെഡ്റൂം അല്പം ചെറുതാണ്. യൂട്ടിലിറ്റി സ്പേസ് അതിലും കുറച്ചുകൂടി ചെറുത്. ഇത് ഒരു 3 പാളി ജനൽ. താഴത്ത് കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഒരു ഫിനിഷിങ്ങിലും അതേ ഒരു ഡിസൈനിലും തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാത്റൂമിൻ്റെ ഈ ടൈലുകൾ നല്ല ഭംഗിയുള്ള ടൈലുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ല, ബാക്കിയെല്ലാം സെയിം ഫിറ്റിങ്സ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളോ അയൺ ടേബിളോ എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് പോകാം, ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഒരുക്കിയിരിക്കുന്നു. അത് GI സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3.9 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കോണ്ടംപററി സ്റ്റൈൽ വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കിഴക്കമ്പലത്താണ്. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. കിണർ വെള്ളം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. KWA വാട്ടർ കണക്ഷൻ. ചാർട്ടർ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് വരുന്നത്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററൊക്കെ ആയിരിക്കും ദൂരം വരുക. കിഴക്കമ്പലത്തേക്ക് 1.5 കിലോമീറ്റർ അകലമുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് അകലം വരുന്നത്. മനോഹരമായിട്ടുള്ള എലിവേഷനിൽ നിർമ്മിച്ച ഈ വീടിന് വില ചോദിക്കുന്നത് 74 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വിളിക്കാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.